ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനാധിപത്യ ബോധമുള്ളവരായി ജനങ്ങൾ മാറിയതാണ് വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാൻ കാരണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. അടുക്കും ചിട്ടയോടും കൂടിയുള്ള UDF പ്രവർത്തനം വിജയത്തിലേക്ക് നയിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ. ഭിന്നശേഷിക്കാർക്ക് വോട്ട് ചെയ്യാൻ ആശ്വാസവും സന്തോഷവും പകർന്ന് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇൻക്ലൂസീവ് ബൂത്ത്. ഈ വർഷം വിഷുക്കണി കാണാൻ ഉത്തമ സമയം ഏപ്രിൽ 15 പുലർച്ചെ 3 മണിക്കെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ജനാധിപത്യ ബോധമുള്ളവരായി ജനങ്ങൾ മാറിയതാണ് വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാൻ കാരണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇത് വീണ്ടും ഇടതുമുന്നണി അധികാരത്തിൽ വരുന്നതിന്റെ സൂചനയാണെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. നമ്മൾ എന്തോ ഓരോ മണ്ഡലത്തിൽ എന്തോ ഒരു മാറ്റമുണ്ട്. കഴിഞ്ഞ തവണത്തെ പോളിംഗ് പേഴ്സൻ്റ് എടുത്തൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എനിക്ക് കഴിഞ്ഞ 3 തവണ പോയി കിട്ടിയ അതേ പേഴ്സൻറ്റേജ് അങ്ങനെ അതിൻ്റെ അനുപാതം മരിച്ചതിനെ കണ്ടിന്യൂ ചെയ്യാണ്. തുടർന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. 1 അരിയുടെ വ്യത്യാസമൊക്കെ അല്ല. ഈ സതീശൻ വനവാസത്തിന് പോകണം അല്ലെങ്കിൽ താങ്കൾ ആശംസിക്കുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രിയാണെന്നുള്ള ആഗ്രഹം സമ്മതിച്ചു കൊടുക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ നമുക്ക് നഷ്ടമൊന്നുമില്ല. അദ്ദേഹം സഭയിലെത്താൻ അദ്ദേഹത്തെ വനംവകുപ്പ് മന്ത്രി അവിടെ എല്ലാ സൗകര്യം ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അല്ല, അദ്ദേഹം ഈ പറവൂരിലെ നല്ല മത്സരം നേരിടുന്നുണ്ടല്ലേ ടൈസൺ മാസ്റ്റർ? അല്ല, ഇത്തവണ എല്ലാവരുടെയും നല്ല മത്സരമാണ്. മത്സരം കുറഞ്ഞൊരു സ്ഥലം എവിടെയാണുള്ളത്? ഈവൻ ഇപ്പം ഭയങ്കര കേട്ടതെന്താണ് മലപ്പുറം ജില്ലയിൽ നല്ല മത്സരം. അത് ആരോഗ്യകരമായ ജനാധിപത്യ പ്രക്രിയയുടെ അതിശക്തമായ ഒരു അടിത്തറയുള്ളൊരു സംസ്ഥാനമായി ജനാധിപത്യ ബോധമുള്ളവരായി കേരളത്തിലെ ജനങ്ങൾ മാറി എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഒരു വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് വെച്ചിട്ട് ഉൾപ്പെടേണ്ടതില്ല. മൊത്തത്തിൽ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ പര്യാപ്തമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ നിലകൊള്ളുന്നത് ജനാധിപത്യ സംരക്ഷണവും മതേതര സംരക്ഷണവുമാണ്. ജനാധിപത്യവും മതേതരത്വവും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള താക്കീത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. NCPയിലെ പ്രവർത്തകന്മാർ കമ്മിറ്റഡ് ടു ദ LDF. LDFന് ദോഷകരമായ ഒരു കാര്യവും ഒരു NCP പ്രവർത്തകരും ചെയ്യില്ല. NDAയുടെ പ്രതീക്ഷ അവർ നേരത്തെ പ്രകടിപ്പിച്ചെങ്കിലും അവർ നല്ല ഫൈറ്റ് കാഴ്ചവെക്കുന്നിടത്തേക്ക് അവർ സ്വയം പിന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അടുക്കും ചിട്ടയോടും കൂടിയുള്ള UDF പ്രവർത്തനം വിജയത്തിലേക്ക് നയിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ. പ്രവാസി വോട്ടുകളുടെ കുറവ് വിജയത്തെ ബാധിക്കില്ലെന്നും കുന്നമംഗലം സ്ഥാനാർത്ഥി കൂടിയായ റസാഖ് മാസ്റ്റർ പ്രതികരിച്ചു. പരിപൂർണമായി ഞങ്ങൾ സന്തുഷ്ടരാണ്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള ചരിത്ര വിജയം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഈ ജില്ലയിൽ നിന്നുണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും. അല്ല, അതായത് വോട്ടിംഗ് ശതമാനം പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ട് SIR-വുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വോട്ടർമാരും വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ കണക്ക്. അത് പ്രകാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല വിനബിലിറ്റി എല്ലാ നിയോജകമണ്ഡലങ്ങളിലുമുണ്ട്. എല്ലാ നിയോജകമണ്ഡലങ്ങളും അത് കൃത്യമായി ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിഷയം. ഒരിക്കലും നമ്മുടെ ഇതിന് വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. പക്ഷേ പ്രവാസി വോട്ടുകൾ അവിഭാജ്യ ഘടകമായി കാലാകാലങ്ങളിൽ നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള ട്രെൻഡ് നിലനിൽക്കുന്നതുകൊണ്ട് അത് ബാധിക്കുന്ന വിഷയം ഉണ്ടാവില്ല. അതായത് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനമുള്ളത് നമ്മുടെ കേരളത്തിൽ പക്ഷേ കുന്നമംഗലത്തായിരിക്കും. അത് രസകരമായ തിരഞ്ഞെടുപ്പായിരുന്നു. വളരെ മനോഹരമായിട്ട് അത് നടന്നിട്ടുണ്ട്. അടുക്കും ചിട്ടയിലുമുള്ള ഒരു പ്രവർത്തനത്തിന് അവിടെ UDF സംവിധാനമുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി അവിടെ പോളിംഗ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടായത്. ഈ മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്ന പരക്കെ ആരോപണമാണ് ലീഗ് സ്ഥാനാർത്ഥികളെ. ഈ മതേതര കേരളത്തിൽ മതം പറഞ്ഞതാരാണ്? ലീഗോ അല്ലെങ്കിൽ കോൺഗ്രസോ ഇതുവരെ മതം പറഞ്ഞു പോയിട്ടില്ല. ഞങ്ങൾ മതേതര കാഴ്ചപ്പാടുള്ള പാർട്ടികളും മുന്നണിയുമാണ്.
പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും രൂപത്തിൽ അധികാരം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതിന് ഇങ്ങനെ വിഭാഗീയതയും വർഗീയതയും പറയുന്നത് ഞങ്ങളുടെ ശൈലിയല്ല, അത് ഈ പറയുന്നവരുടെ ശരിയായിരിക്കും. SIR എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണല്ലോ SIR. അതൊരു എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ ചിന്തിച്ചിട്ടുണ്ടാവും, എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് വലിയ വാർത്തകളും വിവാദങ്ങളും ഒക്കെ ആയതാണല്ലോ. SIR അട്ടിമറിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ ചരിത്രം. കോഴിക്കോട് വോട്ട് ചെയ്യാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയത് ഭിന്നശേഷിക്കാർക്ക് ആശ്വാസവും സന്തോഷവുമായി. കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥി ഭിന്നശേഷിക്കാരനായ വിനായകന് പഠിക്കുന്ന സ്കൂളിലെ ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ ഭിന്നശേഷി ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്നതും പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദവുമായ ഏക ഇൻക്ലൂസീവ് പോളിംഗ് ബൂത്ത് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സജ്ജീകരിച്ചത്. നോർത്ത് നിയോജക മണ്ഡലത്തിലെ കാരപ്പറമ്പ് ഹൈസ്കൂളിലെ 48-ാം നമ്പർ ബൂത്ത് പൂർണ്ണമായും നിയന്ത്രിച്ചത് ഭിന്നശേഷിക്കാരാണ്. 1082 വോട്ടർമാരുള്ള ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസർ ഫാറൂഖ് കോളേജിലെ ഇംഗ്ലീഷ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ C. ഹബീബായിരുന്നു. ഇൻക്ലൂസീവ് ബൂത്തിന് പുറമെ 2 ബൂത്തുകൾ കൂടി ഇവിടെയുണ്ടായിരുന്നു. ഭിന്നശേഷിക്കാർക്കും 85 വയസ്സ് പിന്നിട്ടവർക്കും വോട്ട് രേഖപ്പെടുത്താൻ ചക്ര കസേര സൗകര്യവും വീട്ടിൽ നിന്നും പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ച് തിരികെ എത്തിക്കുന്നതിനുള്ള വാഹന സൗകര്യവും ഒരുക്കിയിരുന്നു. ഇവരെ സഹായിക്കാൻ എല്ലാ ബൂത്തിലും വളണ്ടിയർമാരെയും സജ്ജമാക്കി. പരിശീലനം ലഭിച്ച NSS, SPC, NCC, അങ്കണവാടി ഹെൽപ്പർമാർ എന്നിവരായിരുന്നു സേവനത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഗാദി വിഷുമേള മിഠായി തെരുവ് ഗാദിഗ്രാം എംപോറിയത്തിൽ ഡാക്ക മസ്ലിൻ തുണിത്തരങ്ങൾ, സിൽക്ക് സാരികൾ, ചുരിദാർ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ധോത്തികൾ, ഉന്ന നിറച്ച കിടക്കകൾ തുടങ്ങി വൈവിധ്യമാർന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട്. കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, 1000-ൽ പരം ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, മൺപാത്രങ്ങൾ, അലങ്കാരച്ചെടികൾ, പച്ചക്കറി വിത്തുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്റ്റാർച്ചുകൾ തുടങ്ങിയവയും മേളയിലൂടെ ലഭിക്കും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ക്രെഡിറ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേളയ്ക്ക് ഏപ്രിൽ 14-ന് സമാപനമാവും. ഗാദിഗ്രാം എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഈ വർഷം വിഷു ഏപ്രിൽ 15-നാണെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി. വിഷുക്കണി ദർശനത്തിന് ഉത്തമമായ സമയം 15-ന് പുലർച്ചെ 3 മണിക്കാണെന്നും ജ്യോതിഷികൾ അറിയിച്ചു. ചില പഞ്ചാംഗങ്ങൾക്ക് 14-ാം തീയതി വരുന്നുണ്ട്, ചില പഞ്ചാംഗങ്ങൾക്ക് 15-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ 15-ാം തീയതി ആണ് വിഷു കണി കാണുന്നത്. അതായത് പകല് സംക്രമം വരുന്നതാണ്. പകൽ 9 മണി 34 മിനിറ്റിലാണ് ഈ സംക്രമം. 11 എടുക്കില്ല, പിറ്റേന്നാണ്. അപ്പോൾ ബുധനാഴ്ച 15-ാം തീയതി, ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ചയ്ക്ക് പ്രളയം വരുന്ന ദിവസമാണ് കണി കാണുന്നത്. പുലർച്ചെ 3 മണിക്കാണ് കണി കാണാൻ ഉത്തമമായിരിക്കുന്ന സമയം. ഈ കൊല്ലം അതിവർഷവും വെള്ളപ്പൊക്കത്തിനും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും ഭൂകമ്പത്തിനും കാറ്റ് നിമിത്തമുള്ള നാശനഷ്ടങ്ങൾക്കും വരൾച്ച നിമിത്തം നാശങ്ങൾക്കും കാരണമാകുമെന്നും വിഷുഫലത്തിൽ കണ്ടെത്തിയതായി ജ്യോതിഷികൾ പറഞ്ഞു.
ദുരിതസാധ്യതാ പ്രദേശങ്ങളിൽ പതിവിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അവർ അറിയിച്ചു. ശബരിമല ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് ക്ഷേത്ര പ്രശ്നം നടത്തി ക്ഷേത്ര കൊള്ളയ്ക്ക് പരിഹാരം കണ്ടെത്തേണ്ടതാണെന്നും പണിക്കർ സർവീസ് സൊസൈറ്റി കണിയാർ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ PSS സംസ്ഥാന ചെയർമാൻ ബേപ്പൂർ TK മുരളീധര പണിക്കർ, വൈസ് ചെയർമാൻ ചെലവൂർ ഹരിദാസ് പണിക്കർ, ജ്യോതിഷ സഭാ ചെയർമാൻ വിജീഷ് പണിക്കർ, സെക്രട്ടറി മൂലയിൽ മനോജ് പണിക്കർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി വോട്ട് ചെയ്യാനെത്തുന്നവരെ വരവേൽക്കാൻ ഹൽവയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓരോ മണ്ഡലത്തിലെയും തെരഞ്ഞെടുത്ത ഓരോ ബൂത്തിലാണ് ആദ്യമായി വോട്ട് ചെയ്യാനെത്തിയവർക്ക് മധുരം നൽകിയത്. കന്നി വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും അവരെ അഭിനന്ദിക്കാനുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രഖ്യാപിച്ച വോട്ട് സ്വീറ്റൻ കേരള ക്യാമ്പയിന്റെ ഭാഗമായാണ് മധുര വിതരണം നടന്നത്. ഇതിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസുകളിൽ 200 ഹൽവ പാക്കറ്റുകൾ എത്തിച്ചിരുന്നു. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഏറെ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജനാധിപത്യ ബോധത്തോടെയുമാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയതെന്ന് കന്നി വോട്ടർമാർ പ്രതികരിച്ചു. എൻ്റെ പേര് അശ്വന്ത്, ഞാൻ ഒരു കന്നി വോട്ടറാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് വോട്ട് ചെയ്യാൻ കിട്ടി. പിന്നെ അങ്ങനെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പുതിയ വോട്ടർമാർക്ക്, അതായത് കന്നി വോട്ടുകാർക്ക് ഹൽവ കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണ്. നാദാപുരം നോർത്ത് MLP സ്കൂൾ, വടകര സെന്റ് ആന്റണി HSS, മൂലാട് LP സ്കൂൾ എന്നിവിടങ്ങളിലെ ബൂത്തുകളിലാണ് കന്നി വോട്ടർമാർക്ക് ഹലുവ മധുരം വിതരണം ചെയ്തത്. എൻ്റെ പേര് ആര്യ, ഞാനൊരു കന്നി വോട്ടറാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ കന്നി വോട്ടർമാർക്ക് ഹലുവ തന്ന് സ്വീകരിക്കുന്നത് വളരെ നല്ലൊരു പ്രചോദനവും എനിക്ക് നല്ല അനുഭവമാണ്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർമാരോ വളണ്ടിയർമാരോ വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖ പരിശോധിച്ച് കന്നി വോട്ടറാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു മധുര വിതരണം. പ്രത്യേകമായി ബ്രാൻഡ് ചെയ്ത ഫുൾവ ഹൽവ ആണ് ഇതിനായി സജ്ജീകരിച്ചത്. വിതരണത്തിനായി അധിക വോളണ്ടിയർമാരുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വള്ളിക്കുന്ന് സൈനിക കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇർഷാദ് അരിയല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വള്ളിക്കുന്ന് സൈനിക കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇർഷാദ് അരിയല്ലൂർ ഉദ്ഘാടനം ചെയ്തു. രാജ്യസേവനത്തിനു ശേഷവും സ്വന്തം നാടിനായി ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന സൈനികരുടെ കൂട്ടായ്മ നമ്മുടെ അഭിമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വള്ളിക്കുന്നിലെ കമ്മ്യൂണിറ്റി റിസർവ് പ്രോജക്റ്റിൽ സൈനികരുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിക്കുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. നമ്മുടെ ഈ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും അവരുടെ റിട്ടയർമെന്റ് കാലത്തിനും ശേഷവും നമ്മുടെ ഈ രാജ്യത്തിനും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിനും അതിന്റെ വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്നും തയ്യാറാണെന്നുള്ള ഒരു പ്രതിജ്ഞ പോലെ എൻ്റെ മുന്നിൽ അവർ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അവരുടെ സന്തോഷവും അഭിമാനവും തോന്നി. നമുക്ക് ഈ നിങ്ങളുടെ ഈ സദസ്സ് കാണുമ്പോൾ തന്നെ നമ്മൾ പറയും ഒരു പട്ടാള ചിട്ട, എന്നുവെച്ചാൽ ആ അച്ചടക്കവും നിങ്ങളുടെ ഇരുത്തവും ആ കാണുമ്പോൾ ഉണ്ടാവുന്ന വളരെ സന്തോഷം തോന്നുകയാണ്. റിട്ടയർഡ് കേണൽ നാരായണൻ നായർ ഭദ്രദീപം തെളിയിച്ചു. സൈനിക കൂട്ടായ്മ പ്രസിഡന്റ് വേലായുധൻ പറമ്പിൽ അധ്യക്ഷനായിരുന്നു. റിട്ടയർഡ് കേണൽ നാരായണൻ നായർ, അയോഗ്യ ഗ്രൂപ്പ് MD കൃഷ്ണൻകുട്ടി കോട്ടാക്കളത്തിൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സൈനിക കൂട്ടായ്മ സെക്രട്ടറി AP സുധീശൻ, K മുരളീധരൻ, പ്രസന്നകുമാരി N തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന സൈനികരെ ചടങ്ങിൽ ആദരിച്ചു. സൈനികരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. പുതിയ ഭാരവാഹികളായി വേലായുധൻ പറമ്പിൽ, K മുരളീധരൻ, പ്രസന്നകുമാരി N എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഗാദി വിഷുമേള മിഠായി തെരുവ് ഗാദിഗ്രാം എംപോറിയത്തിൽ ഡാക്ക മസ്ലിൻ തുണിത്തരങ്ങൾ, സിൽക്ക് സാരികൾ, ചുരിദാർ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ധോത്തികൾ, ഉന്നം നിറച്ച കിടക്കകൾ തുടങ്ങി വൈവിധ്യമാർന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട്. കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, 1000-ൽ പരം ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, മൺപാത്രങ്ങൾ, അലങ്കാരച്ചെടികൾ, പച്ചക്കറി വിത്തുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്റ്റാർച്ചുകൾ തുടങ്ങിയവയും മേളയിലൂടെ ലഭിക്കും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ക്രെഡിറ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേളയ്ക്ക് ഏപ്രിൽ 14-ന് സമാപനമാവും. ഗാദിഗ്രാം എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇന്ത്യ കോമിക് ഫെസ്റ്റ് ഏപ്രിൽ 12-ന് ഗുജറാത്തി സ്ട്രീറ്റിലെ ഡിസൈൻ ആശ്രമത്തിൽ നടക്കും. വായനക്കാരുമായി നേരിട്ട് ബന്ധപ്പെടാനും മറ്റ് കോമിക് സൃഷ്ടാക്കളുമായി ഇടപഴകാനും ഫെസ്റ്റ് അവസരമൊരുക്കും. ഞാനൊരു കോമിക്സ് ആർട്ടിസ്റ്റാണ്. അപ്പം ഇത് ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സനീതും ഫ്രണ്ട്സും തുടങ്ങിയ ഇന്ത്യ കോമിക്സ് കമ്മ്യൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷനാണ് കോമിക്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞങ്ങൾ അഡൾട്ട്സിനുള്ള കോമിക്സാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കോമിക്സ് സീരിയസ് ആയിട്ടുള്ള ഒരു മീഡിയമായിട്ട് ആൾക്കാർ ഇവിടെ കാണുന്നില്ല. കുട്ടികൾ വായിക്കുന്ന ഒരു മീഡിയമാണ് എന്നാണ് പറയുന്നത്. അപ്പം അതിനെ റീഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ്. നമ്മൾ സൺഡേ 12 മണിക്ക് ഡിസൈൻ ആശ്രമത്തിലാണ്, ഗുജറാത്തി സ്ട്രീറ്റിൽ, സൗത്ത് ബീച്ചിലാണ് ഈ പരിപാടി വെക്കുന്നത്. കോമിക്സിലും വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗിലും പങ്കെടുക്കുന്നതിനായി സ്വതന്ത്ര കോമിക് കലാകാരന്മാരെയും താല്പര്യമുള്ളവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് ഇന്ത്യ കോമിക് ഫെസ്റ്റ്. സ്വതന്ത്ര കോമിക് സൃഷ്ടാക്കൾക്ക് സ്വയം പ്രസിദ്ധീകരിച്ച കൃതികൾ പ്രദർശിപ്പിക്കാനും വിൽക്കാനുമുള്ള ഇടമാണ് ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് ഒരുക്കുന്നത്. അപ്പൂപ്പൻ, ജോഷി ബെനഡിക്ട് തുടങ്ങിയ പ്രശസ്ത കലാകാരന്മാരുടെ കൃതികൾ ഫെസ്റ്റിൽ പ്രദർശിപ്പിക്കും. കേരളത്തിൽ നിന്നും പുറത്തുമുള്ള 24 കോമിക് സൃഷ്ടാക്കൾ ഫെസ്റ്റിവലിൽ പങ്കെടുക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി സൗജന്യ കോമിക് നിർമ്മാണ വർക്ക്ഷോപ്പും സംഘടിപ്പിക്കും. ഗുജറാത്തി സ്ട്രീറ്റിലെ ഡിസൈൻ ആശ്രമത്തിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഫെസ്റ്റ് നടക്കുക. പ്രവേശനം സൗജന്യമാണ്. വാർത്താ സമ്മേളനത്തിൽ ഹരിഷ്മ ഗിരീഷ്, നജീബ് എം മാർക്കർ, ജോഷി ബെനഡിക്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിഷു പ്രമാണിച്ച് മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ഖാദി വിഷു മേള 2026 ആരംഭിച്ചു. പ്രശസ്ത കവി കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മേള ഏപ്രിൽ 14-ന് സമാപിക്കും. വിഷു പ്രമാണിച്ച് വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങളുടെ നിരവധി ഉൽപ്പന്നങ്ങൾ എംപോറിയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉഷ്ണകാലത്തിന് അനുയോജ്യമായ ഡാക്ക മസ്ലിൻ തുണിത്തരങ്ങൾ, സിൽക്ക് സാരികൾ, ചുരിദാർ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ധോത്തികൾ, ഉന്നം നിറച്ച കിടക്കകൾ തുടങ്ങി വൈവിധ്യമാർന്ന നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട്. കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, 1000-ൽ പരം ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, മൺപാത്രങ്ങൾ, അലങ്കാരച്ചെടികൾ, പച്ചക്കറി വിത്തുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്റ്റാർച്ചുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളും മേളയിലൂടെ ലഭിക്കും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് ഉണ്ടായിരിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ക്രെഡിറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വിഷു പ്രമാണിച്ച് മിഠായിത്തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ആരംഭിച്ച ഖാദി വിഷു മേളയുടെ ഉദ്ഘാടനം കവി കൽപ്പറ്റ നാരായണൻ നിർവഹിച്ചു. അങ്ങനെ ഒരു രോമപ്പുതപ്പോടുകൂടി ശരീരം മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റെല്ലാ ജീവജാലങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവരണം അവർക്കെല്ലാം. മനുഷ്യനാകട്ടെ ഒരാവരണവുമില്ല, അവരത് സൃഷ്ടിക്കേണ്ടി വന്നു. അങ്ങനെ അതിജീവനത്തിനായി അങ്ങനെയാണ്
കൃത്യമായും തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും സ്വയരക്ഷയ്ക്ക് വേണ്ടി നാം സൃഷ്ടിച്ച ഒരു ആഭരണത്തിന്റെ രൂപാന്തരമാണ് നാം ഇന്ന് ധരിക്കുന്ന ഈ വസ്ത്രങ്ങളൊക്കെ തന്നെ. അപ്പോൾ ആ വസ്ത്രങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ മുഖമുദ്രയാണ്. കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ താളിയോല സാംസ്കാരിക സമിതി പ്രസിഡന്റ് PI അജയൻ, കവി KM സത്യൻ, കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി MK ശ്യാംപ്രസാദ്, ഖാദി ഗ്രാമോദ്योग എംപോറിയം മാനേജർ T ഷൈജു തുടങ്ങിയവരും സംസാരിച്ചു. മേള ഏപ്രിൽ 14 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനാധിപത്യ ബോധമുള്ളവരായി ജനങ്ങൾ മാറിയതാണ് വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാൻ കാരണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അടുക്കും ചിട്ടയോടും കൂടിയുള്ള UDF പ്രവർത്തനം വിജയത്തിലേക്ക് നയിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ. ഭിന്നശേഷിക്കാർക്ക് വോട്ട് ചെയ്യാൻ ആശ്വാസവും സന്തോഷവും പകർന്ന് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇൻക്ലൂസീവ് ബൂത്ത്. ഈ വർഷം വിഷുക്കണി കാണാൻ ഉത്തമ സമയം ഏപ്രിൽ 15 പുലർച്ചെ 3 മണിക്കെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.